നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ 4 ദിവസമായി കാണുന്നു. ഇത് കണ്ടതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള പടമായിരുന്നു. ഒട്ടും നമുക്ക് ലാഗുമില്ല, ബോറടിച്ചിട്ടില്ല. ഒരു ഫെസ്റ്റിവൽ സിനിമയാണ് തോന്നിയില്ല ശരിക്കും. വേറൊരു തലത്തിൽ എത്തിയിട്ടുണ്ട് മൂവി. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് ആയ പ്രതീക്ഷയിലപ്പുറം ഉള്ളൊരു ഡയറക്ഷൻ, ഡെബ്യൂ ഡയറക്ഷനാണ് കിട്ടിയത്. വളരെ അഭിനന്ദനാർഹം. എന്താ പറയേണ്ടറില്ല, നല്ല ഡയറക്ഷൻ, സൂപ്പറായി. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പെണ്ണും പൊറോട്ട? നല്ല ഫിലിമായിരുന്നു. അക്സെപ്റ്റ് ചെയ്തതിലും സൂപ്പറായിരുന്നു. എന്താ പറയുക, മനുഷ്യൻ്റെ കുറേ മറ്റു സഹജീവികളോടുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്താ പറയുക ഒരു വിഷൻ, അതായിരുന്നു സിനിമ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ 4 ദിവസമായി കാണുന്നു. ഇത് കണ്ടതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള പടമായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രാജേഷ് മാധവന്റെ ഡെബ്യൂ ഡയറക്ഷനാണ്. എങ്ങനെയുണ്ട് ആ ഡയറക്ഷൻ? സൂപ്പറായിരുന്നു. ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. ഇഷ്ടമായോ? മാം എങ്ങനെയുണ്ടായിരുന്നു പെണ്ണും പൊറോട്ടം? അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സംവിധാനം, നല്ല ഛായാഗ്രഹണം, നല്ല എന്താ പറയണ്ട, എല്ലാം നല്ല അടിപൊളിയായി. മൂവിയുടെ തീം എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും വളരെ നന്നായി. ആ പ്രകൃതി മനുഷ്യൻ ഉള്ള ആ ഒരു നല്ല രസമായി. കണ്ടിട്ട് തന്നെ ഇത് കാണാൻ പറ്റിയാലും വലിയ സന്തോഷം. നമ്മുടെ രാജേഷ് മാധവന്റെ ഡെബ്യൂ ഡയറക്ഷനാണ്. ഡയറക്ഷനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹം. എന്താ പറയേണ്ടറില്ല, നല്ല ഡയറക്ഷൻ, സൂപ്പറായി. എൻ്റെ പേര് ആനന്ദ് നെച്ചൂരാൻ. ഞാൻ ആക്ടറാണ്. കഴിഞ്ഞ IFFKയിൽ എൻ്റെ പടം ഉണ്ടായിരുന്നു അപ്പുറം. അതിനു മുമ്പ് ഉണ്ടായിരുന്നു ഫാമിലി, ജോൺ ബാലത്തറുടെ. പൊന്മാനിലെ അപ്പനായിട്ട് അഭിനയിച്ച നടനാണ്. സജിൻ ഗോപിൻ്റെ അപ്പൻ, മരിയാനോടെ അപ്പൻ, റോബർട്ടോ ആയിട്ട് അഭിനയിച്ചാണ്. ഇപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടിരിക്കുക. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. കോൺസെപ്റ്റ് അടിപൊളി. അത് പറഞ്ഞ രീതിയാണ് രസമായിട്ടുള്ളത്. നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിനകത്ത് നമുക്ക് ആസ്വദിക്കാൻ പാകത്തിന് ഒത്തിരി ഉണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കൊമേഴ്ഷ്യൽ എലിമെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് അതിൻ്റെ ആക്ടേഴ്സും നമുക്ക് പരിചയമില്ലാത്ത ഒരു കഥാപരിസരം അങ്ങനെയാണ്. നമുക്ക് പരിചയമില്ലാത്ത ഭാഷ, പരിചയമില്ലാത്ത സംസ്കാരം, ജീവിതം, അതിൻ്റെ കൂടെ നന്നായിട്ട് ഈ കഥ വന്നിട്ടുണ്ട്. ഒട്ടും നമുക്ക് ലാഗുമില്ല, ബോറടിച്ചിട്ടില്ല. ഒരു ഫെസ്റ്റിവൽ സിനിമയാണ് തോന്നിയില്ല ശരിക്കും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഓവറോൾ എന്താണ് കോൺസെപ്റ്റിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? കോൺസെപ്റ്റ് അവസാനമായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ നാട്ടുകാരുടെ ഒരു രീതികളും ശൈലിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണ്. ലാസ്റ്റൊക്കെ ആയപ്പോൾ വേറൊരു തലത്തിൽ എത്തിയിട്ടുണ്ട് മൂവി. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. ആക്ടർ രാജേഷ് മാധവന്റെ ഡെബ്യൂ ഡയറക്ഷനാണ്. ഡയറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? നല്ല രീതിയിലുണ്ടായിരുന്നു. പുള്ളി ഒരു പുതിയ ആളല്ല, കുറേ വർഷം കൊണ്ട് ഇൻഡസ്ട്രിയിൽ ഉള്ളതാണല്ലോ. ഗുഡ്, ഓവറോൾ ഗുഡ്. കോൺസെപ്റ്റ് എങ്ങനെയുണ്ട്? കോൺസെപ്റ്റ് നല്ലതാണ്, കാണേണ്ട ഒന്നാണ്. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ലാസ്റ്റ് എത്തിയപ്പം പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി. നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്. രാജേഷ് മാധവന്റെ ഡെബ്യൂ ഡയറക്ഷനാണ്. ഡയറക്ഷനെ പറ്റി എന്താ അഭിപ്രായം? നല്ല ഡയറക്ഷൻ, കുറേ ചിരിക്കാനുണ്ടായിരുന്നു. നല്ല സിനിമ. താങ്ക് യു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രാജേഷ് മാധവന് പ്രതീക്ഷയിലപ്പുറം ഉള്ളൊരു ഡയറക്ഷൻ, ഡെബ്യൂ ഡയറക്ഷനാണ് കിട്ടിയത്. അതുപോലെ ഇത്രയധികം ആക്ടേഴ്സിനെ മാനേജ് ചെയ്യലും അതിൻ്റെയൊക്കെ ഒരു ഡിഫിക്കൽട്ട് നമുക്കറിയാം. അപ്പോൾ ആക്ടേഴ്സിൻ്റെ മികവ്, കാരണം കോമഡിയാണ്, ഇത് വർക്കൗട്ട് ആവണമെങ്കിൽ ആക്ടേഴ്സിൻ്റെ ഒരു എക്സ്പെർട്ടീസ് തന്നെ നമുക്ക് ആവശ്യമാണ്. അത് വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു.